സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ താൽക്കാലിക ചെയർമാനായി നടൻ പ്രേംകുമാർ ചുമതലയേറ്റു. കൂടുതൽ സ്ത്രീകൾക്ക് സിനിമാ മേഖലയിൽ അവസരമൊരുക്കാനുള്ള ഇടപെടൽ ഉണ്ടാകുമെന്ന് ചുമതല ഏറ്റെടുത്ത ശേഷം പ്രേംകുമാർ പറഞ്ഞു. അതേസമയം സിനിമാ സീറ്റുകളിൽ വനിതാ കമ്മീഷൻ പരിശോധന നടത്തുമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി പറഞ്ഞു. ബംഗാളി നടിയുടെ പരാതിയെ തുടർന്ന് രഞ്ജിത്ത് രാജിവെച്ച ഒഴിവിലേക്കാണ് വൈസ് ചെയർമാനായിരുന്ന പ്രേംകുമാറിന് സർക്കാർ താൽക്കാലിക ചുമതല നൽകിയത്. കൂടുതൽ സ്ത്രീകൾക്ക് സിനിമാ മേഖലയിൽ അവസരമൊരുക്കാനുള്ള ഇടപെടൽ ഉണ്ടാകുമെന്ന് പ്രേംകുമാർ പറഞ്ഞു. ഏറ്റവും പ്രധാനം ഇത് ഒരു ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ചലച്ചിത്ര അക്കാദമി എന്ന് പറയുന്നത്. സിനിമാ മേഖലയിൽ നിരവധി സ്ത്രീകൾ പല മേഖലകളിൽ കോസ്റ്റ്യൂം ആകട്ടെ, മേക്കപ്പ് ആയിക്കോട്ടെ, അതിൻ്റെ ഇതര സാങ്കേതിക മേഖലകളിൽ സ്ക്രിപ്റ്റിങ്ങിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ വിവിധ സാങ്കേതിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളുണ്ട്. പക്ഷേ അവരുടെ ഒരു എണ്ണം വളരെ കുറവാണ്, അത് സത്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മലയാള സിനിമയിൽ കൂടുതൽ സ്ത്രീകളുടെ സാന്നിധ്യം ഉറപ്പുവരുത്തുക, അതിനു വേണ്ടിയിട്ട് സ്ത്രീകൾക്ക് നമ്മൾ ഈ രംഗത്ത് താല്പര്യമുള്ള കഴിവുള്ള പ്രതിഭകളായിട്ടുള്ളവരെ കുറേ പേരെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതെല്ലാം ഈ ഒരു റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് അത്തരം ചില നടപടികളിലേക്ക് നമ്മൾ കടന്നത്. ചിലയിടങ്ങളിൽ പരാതി പരിഹാര സെൽ പ്രവർത്തിക്കുന്നില്ല. ഇവിടങ്ങളിൽ വനിതാ കമ്മീഷൻ ഇടപെടൽ ഉണ്ടാകുമെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി പറഞ്ഞു. WCCയുടെ പ്രതിനിധികൾ ചിലയിടങ്ങളിലൊക്കെ ഈ പരാതി പരിഹാര സംവിധാനം പ്രോപ്പറായിട്ടുള്ള നിലയിൽ ഫങ്ഷനിങ് ആയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും അക്കാര്യത്തിൽ വനിതാ കമ്മീഷൻ്റെ ഇടപെടലുണ്ടാകും. എവിടെയൊക്കെയാണോ പ്രശ്നപരിഹാരത്തിന് ഉതകുന്ന പരാതി പരിഹാര സംവിധാനം ഇല്ലാത്തത് അവിടങ്ങളിൽ വിസിറ്റ് ചെയ്യാനും നടപടികൾ സ്വീകരിക്കാനും കമ്മീഷൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്തും. അതേസമയം ആഷിഖ് ആരോപിക്കുന്നത് മറുപടി അർഹിക്കാത്ത കാര്യങ്ങളാണെന്ന് സംവിധായകൻ സിബി മലയിൽ പ്രതികരിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിഷയം കഴിഞ്ഞ 3 ദിവസമായി ഫെഫ്ക ചർച്ച ചെയ്തു. ലൈംഗിക പീഡനം സംബന്ധിച്ച് ഇതുവരെ പരാതികളൊന്നും ഫെഫ്കയ്ക്ക് മുന്നിൽ വന്നിട്ടില്ലെന്നും സിബി മലയിൽ പറഞ്ഞു. അങ്ങനെയുള്ളൊരു പോരടിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. കാരണം ഞങ്ങളുടെ ഭാഗത്ത് 100% സത്യമുണ്ടെന്ന് അറിയുകയും അത് രേഖാമൂലം തന്നെ 2018 അദ്ദേഹം ഉന്നയിച്ച ഒരു ആരോപണം വീണ്ടും ആവർത്തിക്കുക തന്നെയാണ്. അതുകൊണ്ട് അതിന് കൃത്യമായ മറുപടി എല്ലാ മാധ്യമങ്ങൾക്കും നമ്മൾ രേഖാമൂലം കൊടുത്തിട്ടുണ്ട്. ലൈംഗിക ആരോപണങ്ങളുടെ കാര്യത്തിൽ നമുക്ക് വളരെ വ്യക്തമായ പരാതികളൊന്നും നമ്മുടെ മുമ്പിൽ എത്തിയിട്ടില്ല. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.